നമസ്കാരം, ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പരിശോധന പൂർത്തിയാകുമ്പോൾ രാജ്യത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ പരിശോധനയിൽ 60 ലക്ഷത്തിലധികം വിദേശികൾ അനധികൃതമായി ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ മാത്രം കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. രോഹിംഗ്യൻ മുസ്ലിങ്ങളായിട്ടുള്ളവർ 11 ലക്ഷത്തിലധികമാണെങ്കിൽ പാകിസ്ഥാനികളായിട്ടുള്ളവർ 20 ലക്ഷത്തിലധികമാണ്. ഇതിനും മേലെ 40-നും 45 ലക്ഷത്തിനും ഇടയിലാണ് ബംഗ്ലാദേശികൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നിട്ടുള്ളത്. 16 ലക്ഷത്തിലധികം മരണപ്പെട്ടവർ നിലവിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ തുടരുന്നു എന്നത് അതിനേക്കാൾ ഒക്കെ നടുക്കുന്ന വസ്തുത തന്നെയാണ്. എല്ലാ വിഭാഗവും കൂടി കൂട്ടുമ്പോൾ ഏകദേശം 70 ലക്ഷത്തിനും 80 ലക്ഷത്തിനും ഇടയിൽ അനധികൃതമായി ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. നമ്മുടെ രാജ്യത്തെ അട്ടിമറിക്കുന്നതിനും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനും വേണ്ടി വൈദേശിക ലഹള സംഘങ്ങൾ എത്രമാത്രം ഗൂഢാലോചന നടത്തുന്നതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ഈ കണക്കുകൾ. ഇത് ബീഹാറിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ഇക്കൂട്ടർ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് പരമമായ സത്യം തന്നെയാണ്. കേരളത്തിൽ ഇവരുടെ സംഖ്യ 10 ലക്ഷം മുതൽ 30 ലക്ഷം വരെ വരുമെന്നാണ് അനൗദ്യോഗിക കണക്ക്. ബീഹാറിലെ ബംഗ്ലാദേശി, പാകിസ്ഥാൻ, രോഹിംഗ്യൻ മുസ്ലിങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും മാറ്റിയാൽ ഇലക്ഷൻ തന്നെ ബഹിഷ്കരിക്കുമെന്നാണ് RJD നേതാവ് തേജസ്വി യാദവിന്റെ ഭീഷണി. പപ്പുമോനും തേജസ്വി യാദവിനോടൊപ്പം ചേരുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് നമുക്ക് അറിയേണ്ടത്. പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിവരങ്ങളും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും അപകടപ്പെടുത്താനും ജിഹാദി സംഘങ്ങൾ എത്രമാത്രം ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. സോണിയ, പപ്പു സംഘവും കൂട്ടുകക്ഷികളും എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ നേർക്കാഴ്ചയും കൂടിയാണ് ഈ വെളിപ്പെടുത്തലുകൾ. ഭാരതീയർ വലിയ തോതിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇന്ത്യ ഇനിയും വിഭജനവും കലാപത്തിനും വേദിയാകും, സാക്ഷിയാകും. അത് പരമമായ ഒരു സത്യമാണ്. കണ്ണടച്ചാൽ ഇരുട്ടാകില്ല. ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി സത്യത്തെ മൂടി വയ്ക്കാനും ആവില്ല. അതുകൊണ്ട് തന്നെ ഭാരതീയരായ നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കണ്ണും കാതും തുറന്നു വച്ച് ജാഗരൂകരായിരിക്കുക. ജയ് ഹിന്ദ്.